എഡിറ്റിങ്ങിലാണ്. അപ്പോൾ കമൻറ്റിൽ കുറേ ആൾക്കാർ പറയുക അന്ന എഡിറ്റിങ് പഠിപ്പിച്ചാൽ മതി. അതെന്താ? ഒരുപാട് ദിവസത്തെ, കുറച്ച് ദിവസത്തെ അല്ല, ഒരുപാട് ദിവസത്തെ ചളിയുണ്ട്. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു ആര്യക്ക് വേണ്ടിയിട്ട്. ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അതായത് ഇന്നലത്തെ നമ്മളുടെ വലിയൊരു യാത്ര കഴിഞ്ഞു വന്നിട്ട്, യാത്ര അല്ല ട്രിപ്പ് കഴിഞ്ഞു വന്നിട്ട് ഇന്നിപ്പോൾ സമയം 10 മണി രാവിലെ. ഞാനൊരു 9 മണി 9:15 ആ റേഞ്ചിലേക്കാണ് എണീക്കുന്നത്. 12 മണിയൊക്കെ ആകണമെന്ന് കിടന്നപ്പോൾ ക്ഷീണം കൊണ്ട് അങ്ങനെ കിടന്നതാണ്. ഇപ്പം തന്നെ തലയ്ക്ക് നല്ലൊരു മന്ദപ്പുണ്ട്. പിന്നെ മേൽവേദന അറിയുമ്പോഴേക്ക് നമുക്ക് ക്ഷീണമാണ്, ബോഡി പെയിനായിട്ടല്ല, ഒരു ക്ഷീണമാണ്. ഇതിങ്ങനെ കുലുങ്ങി പോകില്ല. ഞാനിപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ട് നമ്മൾ ഓട്ടോ ലൈഫ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലാതെ ഓട്ടോയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് 300 കിലോമീറ്റർ നമ്മൾ പിടിക്കില്ല. നമ്മൾ മാക്സിമം പിടിച്ചിരുന്നത്, ഏറ്റവും വലിയൊരു പിടുത്തം പിടിച്ചിരുന്നത് അങ്ങനെ വട്ടം 300 പിടിച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലാതെ ഞാൻ 300 പിടിച്ചിട്ടില്ല. അല്ലാതെ ഞാൻ പിടിച്ചിരുന്നതൊക്കെ 100, 150, 170, 200-ൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് പിടിക്കുള്ളൂ. കാരണം നമ്മൾ ടയർഡാകാൻ വേണ്ടി പാടില്ലല്ലോ. പിന്നെ എഡിറ്റിങ് പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ഞാനിവിടെ ആരംഭിക്കുവാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താനും ഒരു ഷെയർ ചെയ്യാനും മറക്കരുത്. ചായ കുടിച്ചില്ല, ഞാൻ ചായ കുടിക്കട്ടെ. ഇവിടെ ആര് ചായ കുടിക്കുന്നുണ്ട് അല്ലേ? ചപ്പാത്തി കുട്ടിച്ചാത്തൻ കയറിയോ? പഴയ കുട്ടികളെ കാണിച്ചാൽ വേണ്ടി പറ്റില്ലേ? അതാണ് പ്രശ്നം. കേൾക്കണ്ടേ? കാന്താരി, നമ്മുടെ കാന്താരൻ്റെ. അപ്പോൾ ഉണ്ട്, അതിലേക്ക് ഇന്നത്തെ ചിക്കൻ കറിയുണ്ട്. അപ്പല്ല, ചപ്പാത്തി, കട്ടൻ ചായ ഉണ്ട്. അതും കൂട്ടി കുടിച്ചിട്ട് നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്, നമ്മുടെ ലാപ്ടോപ്പിലേക്ക് നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഫുള്ള് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പണി എടുക്കാനുണ്ട്, ഒന്ന് എഡിറ്റ് ചെയ്യണം. അതൊക്കെയാണ് പണി. അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങുന്നുണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് കരുതുന്നത്. ഇത് ലെങ്ത്തുള്ള വീഡിയോ ആണ്, അപ്പോൾ പിന്നെ ലെങ്ത്ത് കുറക്കണം. നിങ്ങൾക്ക് ഓവർ ലെങ്ത് ആയി കഴിഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പിന്നെ അനാവശ്യമുള്ളതൊക്കെ 2-3 വട്ടമൊക്കെ കാണേണ്ടി വരും, എന്നാലേ ലെങ്ത്ത് തുറക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഞാൻ നൈസായിട്ട് ചായ കുടിക്കട്ടെ. എഡിറ്റിങ്ങിലാണ്. അപ്പോൾ കമൻറ്റിൽ കുറേ ആൾക്കാർ പറയുക അന്ന എഡിറ്റിങ് പഠിപ്പിച്ചാൽ മതി. അതെന്താ? അതാണ് ഇതിൽ മെയിനായിട്ട്. നമ്മൾ ഓരോ ഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറയുന്ന കാര്യം പേച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് റീഷൂട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചേക്കും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ഒരു മാർഗ്ഗം നമ്മളെ മനസ്സിൽ അപ്പം തന്നെ നമ്മൾ കണ്ടു വെച്ചോളൂ. അപ്പോൾ അത്തരം കേസൊന്നും ഈ ഒരു വീഡിയോ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ആൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒന്നും അത്. പിന്നെ ക്യാമ്പിംഗ് വീഡിയോ എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ ഓരോ ഷോട്ട് എടുത്ത് വെക്കുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ ഈ പറഞ്ഞതുപോലെ വേറെ ആൾ എഡിറ്റ് ചെയ്യുമ്പോഴേക്ക് ഞാനവിടെ ഇരുന്നാലേ അത് കഴിയുള്ളൂ. ഒരു സംവിധായകനെ പോലെ ഞാനവിടെ ഇരുന്നാലേ അത് കഴിയുള്ളൂ. പിന്നത്തെ ഒരു വിഷയം, ഞാനിപ്പോൾ എഡിറ്റിങ്ങിന് ഒരാളെ ആക്കി കഴിഞ്ഞാൽ, അപ്പോൾ അവളെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്ര പോകുമ്പോൾ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം. അപ്പോഴേക്ക് എനിക്ക് ഈ പണി മടിയൻ പണിയായി. കാരണം ഇവിടെ നിന്ന് എനിക്ക് ചെയ്ത് ശീലമല്ല, എൻ്റെ ശീലമൊക്കെ പോയി. അടുത്ത യാത്ര അധികം വൈകണമെന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ചെറിയൊരു യാത്രയൊക്കെ പോകാനുള്ളൊരു പരിപാടി നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് അല്ലേ മടിയനാവും. കണ്ണും മുറന്ന് തെളിഞ്ഞിട്ടില്ല, തെളിയുന്നില്ല. എന്താ പറയുക, തലക്കൊരു കനുണ്ട്, തലക്കനം, എന്തറിയില്ല. നമ്മൾ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയായിരുന്നു അങ്ങനത്തെ ഒരു ഇത്. എന്തൊക്കെയായാലും ഇത് കഴിയട്ടെ. നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കറണ്ട് പോയി, പിന്നെ അത് നോക്കണ്ട. അപ്പോൾ കറണ്ട് വരുമ്പോഴേക്ക് വണ്ടിൻ്റെ പല കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, അതുപോലെ തന്നെ ആ മാറ്റൊക്കെ ഒന്ന് കഴുകാണ്ട്. അപ്പോൾ അത്ര പരിപാടികളൊക്കെ നോക്കട്ടെ കറണ്ട് വരുന്നവരെ. കറണ്ട് വന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പരിപാടി നോക്കാം. ഇതൊക്കെ കൊണ്ട് പെൻഡിങ്ങിലാക്കി. ആദ്യം തീരേണ്ട പണി അതാണ്. പണി കഴിഞ്ഞിട്ടില്ല, തൽക്കാലം നിർത്തി വെച്ചു. എല്ലാം മുട്ട ആംപ്ലേറ്റ്, കിഴങ്ങ് വറുത്തത്, സാമ്പാർ. ചേനയാണ്. യെസ്. കുളിച്ചൊരുങ്ങി പച്ചപ്പൊട്ടൊക്കെ തൊട്ട് സൂപ്പറായിക്കണേ. ഇത് നോക്ക്, TV കാണാൻ പറ്റിയിട്ടില്ലേ? ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യല്ലേ. ഞാൻ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യണം, നമുക്ക് ഇഷ്ടമല്ല. സാണ്ടെന്താ കാട്ടണേ അല്ലേ? ഇനി കുറച്ച് നേരം വെച്ചാലോ കേട്ടോ. ചോറിന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ വെക്കും. പിന്നെ ഞങ്ങൾ ആയിക്കോട്ടെ, ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കട്ടെ. അമ്മയും മകളും നല്ല ഉറക്ക.
ഇപ്പം സമയം എന്ന് പറയുന്നത് 2:25. ഇപ്പം ഞാനിപ്പോൾ റെൻഡർ ചെയ്തിട്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആവുന്നത്. അത് റെൻഡർ ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ വണ്ടിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങാം. വണ്ടി മുറ്റത്തുനിന്ന് കയറ്റിയിട്ട് റോട്ടിൽ നിർത്തിയാണ്. ഇന്നത്തെ ഈ വീഡിയോ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്ന് വീഡിയോ ഇല്ല എന്ന് പറയണ്ട, അതിനേക്കാൾ നല്ലത് നിങ്ങളുടെ മുമ്പിലേക്ക് എന്തെങ്കിലും ചെറുത് എത്തിക്കാം. അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഇല്ല എന്ന് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ഞാൻ അപ്പോൾ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ റീലാക്കി ഇടാൻ വേണ്ടിക്കണം. അല്ലെങ്കിൽ അതും കൂടി ചെയ്യാതെ വീഡിയോ ഇല്ലാതെ ആക്കണം. അതിനേക്കാൾ നല്ലതല്ലേന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വണ്ടി മൊത്തത്തിലൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് പോവാണ്. കോയും കുട്ടികളും റോസ് നമ്മുടെ ആ ഒരു പൈപ്പിൽ വെള്ളമുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഈ പൈപ്പിലൊന്നും വെള്ളമില്ലായിരുന്നു. ഇന്നുണ്ട് വെള്ളമൊക്കെ ഞാൻ നോക്കുമ്പോൾ. അപ്പോൾ ഇതൊന്ന് വെള്ളമടിച്ച് ഉഷാറായിട്ടൊന്ന് കഴുകണം. നല്ലൊരു കഴുകല കഴുകാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഇത്രയും ദിവസം കഴുകിയത് പോലത്തെ തൊട്ടിപ്പിടിച്ചിൽ കഴുകലല്ല, ഒരു ചെറിയൊരു കയറിൻ്റെ കണ്ടം കിട്ടണം. അതാണ് ഈ തിരഞ്ഞെടുക്കുന്നത്. ഈ പൈപ്പിൻ്റെ തലേ ഇവിടെ കെട്ടണം. ഇല്ലെന്നാണെങ്കിൽ അവൻ അഴിഞ്ഞു പോരും. ഞാൻ അവിടെ അങ്ങനെ വെള്ളമടിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ചാടും, പിന്നെ ഇവിടെ ഒന്ന് റെഡിയാക്കും, പിന്നെ ചാടും, അങ്ങനെ പോകും. ഏതെങ്കിലുമൊക്കെ ഒരു 2 ബക്കറ്റ് ഒന്ന് ഏതെങ്കിലും പറഞ്ഞാൽ ഇതൊക്കെ മതി. പിന്നെ അതിലേക്ക് നമുക്ക് ഇന്ന് ബ്ലാക്ക് റോൾ അല്ലെങ്കിൽ വണ്ടി കഴുകുന്ന ഷാമ്പു കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ മേടിച്ചില്ല. ഞാൻ ഇന്ന് കഴുകാൻ പറ്റും കരുതിയല്ലോ. അപ്പോൾ കുറച്ച് സോപ്പും പൊടി ഇട്ട് വല്ലാതെ വണ്ടി കഴുകരുത് കേട്ടോ. പക്ഷെ ഇപ്പോഴേ കഴുകാം. ഞാൻ ഇപ്പം ഇനി പ്രാവശ്യം ഇതിൻ്റെ പെയിൻറ്റ് മാറ്റാൻ വേണ്ടി പോവാണ്, പുതിയ പെയിൻറ്റ് അടിക്കണം. അപ്പോൾ എനിക്കത് വിഷയമല്ല. അല്ലാതെ പുതിയ വണ്ടിയാണെങ്കിൽ, പുതിയ പെയിൻ്റ് ആണെങ്കിൽ സോപ്പ് ചേർക്കാൻ പാടില്ല. അതിനതായിട്ടുള്ള ഷാമ്പു ഉണ്ടെങ്കിൽ കിട്ടുന്നതാണെങ്കിൽ അത് ഉപയോഗിക്കുക. ഇല്ലെന്നാണെങ്കിൽ പച്ചവെള്ളം കൊണ്ട് തന്നെ വണ്ടികൾ കഴുകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വരട്ടെ. എവിടെ? റെഡി 1 2 3. ഇവിടെ എത്തണില്ലല്ലോ, ദമ്മില്ല. ദമ്മില്ലാത്തതുകൊണ്ടല്ല, പൈപ്പ് തുറക്കണ്ടേ, അപ്പോഴല്ല വെള്ളം വരിക. ഇത് നന്നായിട്ട് പതക്കണം. സോപ്പമ്പതേ മൊത്തമായിട്ട് വെള്ളം അടിച്ചു. ഇനി സോപ്പ് കളി. സോപ്പിൽ മുക്കണം വണ്ടിന്. നല്ല ചൂട് അതങ്ങോട്ടോ അരച്ച് കൂട്ടിക്കനെ. കുറച്ച് ദിവസമായില്ലേ, ഒരുപാട് ദിവസത്തെ, കുറച്ച് ദിവസത്തെ അല്ല, ഒരുപാട് ദിവസത്തെ ചളിയുണ്ട് ഇവൻ്റെ മേലിൽ. അങ്ങനെ അരച്ച് കഴുകി കളഞ്ഞെടുക്കണം. മൊത്തത്തിൽ കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ക്ലിയർ ആയി വണ്ടി. ഉള്ളൊക്കെ നല്ല വൃത്തിയായി. വാവ്, ദിസ് ഈസ് മേരഗാഡി. കൊള്ളാമല്ലേ, അടിപൊളിയല്ലേ. എന്നാൽ പിന്നെ ഞാനിനി ഇറങ്ങുവാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4:15 ഈ 4:15 ഓടാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് നമുക്ക് വേറെ പരിപാടി ഉണ്ട്. വേറെ ഒന്നല്ല, ഞങ്ങൾക്ക് ഓട്ടോറിക്ഷക്കാരുടെ ഇടയിൽ ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഞങ്ങളൊരു 10-24 ഡ്രൈവർമാർ ചേർന്നിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു ചാരിറ്റി പ്രസ്ഥാനമുണ്ട്. അപ്പം അതിലെ ഒരു
നമ്മുടെ ഒരു ഓട്ടോ ഡ്രൈവർക്ക് കയ്യിന് സുഖമല്ല എന്ന് പറഞ്ഞാൽ കയ്യിന് എന്തൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുവാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണം. വീട്ടിലിരിക്കുകയാണ് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസത്തിന് അദ്ദേഹത്തിന് പണിക്കിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ധനസഹായം ചെയ്യണം. ഈ ഞങ്ങളുടെ ഈ ഒരു ചാരിറ്റിയുടെ പേരെന്ന് പറയുന്നത് ഓട്ടോ സഹായി എന്നാണ്. ഓട്ടോ സഹായി എന്നാണ് നമ്മുടെ ചാരിറ്റിയുടെ പേര്. അതിൽ ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്. മാസത്തിൽ 300 രൂപ എന്നായിരുന്നു ഫസ്റ്റ്. അതായത് ഡെയിലി 10 രൂപ വെച്ച് അടയ്ക്കുക. ഡെയിലി 10 രൂപ വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മാസം 300 രൂപയാണല്ലോ വരിക. പിന്നെ അത് കുറച്ച് ഞങ്ങൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾക്ക് അതിൽ ഏതാണ്ട് 1 രൂപയുടെ മേലെ ഒരു സമ്പാദ്യയിലുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിനുള്ള ഉദ്ദേശം നമ്മുടെ വണ്ടിക്ക് ഡ്രൈവർക്ക് എന്തെങ്കിലുമൊക്കെ എമർജൻസി വരുമ്പോഴേക്ക് നമ്മൾക്ക് അതിനെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും എല്ലാ ഓട്ടോ ഡ്രൈവർമാർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. നമ്മൾക്ക് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ നിന്നും നമ്മൾക്ക് എന്താ പറയുക, ലോണായിട്ടൊക്കെ പൈസ കിട്ടും. പൈസ കൊടുക്കും ഞങ്ങൾ. അതായത് നമുക്ക് ഇൻഷുർ അങ്ങനെ ഓരോ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പൈസ കൊടുക്കും. പിന്നെ വീട്ടുകാർക്കൊന്നും ഇതൊന്നും ഇപ്പോൾ തൽക്കാലമല്ല, ഭാവിയിൽ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. അവർ വിളിക്കുന്നുണ്ട്. അവരിവിടെ എവിടെയോ ഉണ്ട്. വിളിച്ച് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഓരുടെ വണ്ടിയിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ ക്യാമറ പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടില്ല, ഞാൻ കൊണ്ടുപോകണം കരുതിയതല്ല. അപ്പോൾ ഇനി നമ്മളുടെ പരിപാടി ഓടുക എന്നുള്ളതാണ്. ഓടാൻ വേണ്ടിയിട്ട് പോവാട്ടാ. അപ്പോൾ സമയം എന്ന് പറയുന്നത് 4:50. 4:50 നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് പോകുന്നത്. 4:50 അല്ല, 4:40. ഓക്കെ, 4:40 4:50 എന്നപ്പോൾ വലിയ വ്യത്യാസം എന്നുള്ള കേസല്ല. പക്ഷെ എന്നാലും 10 മിനിറ്റ് മതി നമുക്കൊരു ട്രിപ്പ് മറയാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ഓട്ടം ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് ഇത്രയും സമയം വന്നത് അല്ലേ. ഇല്ലാന്നാണെങ്കിൽ നമ്മൾ രാവിലെ ഒരു 9:30 എണീറ്റും നമുക്ക് വീഡിയോ ഒന്നും എഡിറ്റിങ് പരിപാടിയൊന്നുമില്ല. നമുക്ക് നേരെ ഓടാൻ വേണ്ടി പോകാറുണ്ട്. വേറെ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ നമ്മുടെ വീഡിയോ ഷൂട്ടിങ്ങും അത് എഡിറ്റിങ്ങും ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് സമയത്ര ആയി. ഇന്നത്തെ ദിവസം കൂടി നമ്മൾക്ക് പോയി എന്നുള്ളതാണ്. ഉച്ച നേരത്തെ നട്ടം തിരിഞ്ഞ് നടക്കണം കണ്ടപ്പോ എന്താ പറയാ, ഇന്ന് അങ്ങാടിയിലെല്ലാം ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ പൊതുവെ നോട്ടം ഉണ്ടായിക്കണോ ഇല്ലയെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത വേറെ ഒന്നല്ല, നമ്മളിപ്പോ ചോദിച്ചുകൊണ്ടും ഒന്നും കാര്യമൊന്നുമില്ലല്ലോ. വെറുതെ അറിയാന്ന് തന്നെ ഉള്ളു. പൊതുവെ എന്നെ കണ്ടിട്ട് ഓട്ടമുള്ള മാതിരി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ 4:50 എത്തിയപ്പോ 5:10 സമയം. 5:10 ഇപ്പോൾ ലോക്കൽ പോലെ നമുക്ക് കിട്ടിയില്ല. ആളുകളൊക്കെ അവിടെ വന്നൊക്കെയുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് കൈനീട്ടം 5:30 70 രൂപയുടെ ട്രിപ്പായിരുന്നു കിട്ടിയിരുന്നത്. സുന്ദരമായ ട്രിപ്പ്. എനിക്ക് മരിച്ച ചായ കുടിക്കണം. 5:30 ആയില്ലേ. ഒരു മന്ദപ്പുണ്ട്. മന്ദപ്പ് പറഞ്ഞാല് ചായ കുടിച്ച് ശീലമായി കഴിഞ്ഞാല് കൃത്യമായ സമയത്ത് ചായ കുടിക്കണം. അപ്പോ ചായമ്മ നമുക്ക് എനർജി ഉണ്ട് വരാൻ. മനസ്സിലായോ? എനർജി കിട്ടണമെങ്കിൽ നമ്മൾ ചായ കുടിക്കണം. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് ഞാനൊരു 3 കിലോമീറ്റർ 300 മീറ്റർ അകലെ വരുന്ന ഒരു ട്രിപ്പായിരുന്നത്. ഇതിന് നമ്മൾ 70 രൂപയാണ് മേടിക്കാറ്. അപ്പോൾ പിന്നെ ഇനി അങ്ങാടിക്ക് പോവാം. അങ്ങാടി പോയിട്ട് അവിടെ ഡ്രൈവർമാരെ ചായക്ക് ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിയിട്ട് നമുക്ക് അങ്ങനെ ചായക്ക് പോരാം. ഇല്ലാന്നാണെങ്കിൽ ഞാൻ പോകുന്ന ഓയിൽ അങ്ങനെ പിടിച്ച് പോകും. രണ്ടാമത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഇങ്ങനെ പോവാട്ടാ. രണ്ടാമത്തെ ട്രിപ്പ് 2 സൈഡ് റബ്ബറാണ്. ഒരു ചെറിയൊരു വഴി. നല്ല രസമുണ്ട് ഇതിൽ പോവാൻ. എന്തായാലും ഒരു വലിയൊരു വണ്ടി ഓപ്പോസിറ്റ് വന്നാലൊന്നും മാറ്റി കൊടുക്കാനുള്ള ഗ്യാപ്പ് ഇവിടെയല്ല. എന്താല്ലേ 2 സൈഡ് റബ്ബറായിട്ട്. ഇവിടെ അടുത്തൊന്നും വീടുകളൊന്നുമില്ല. അവിടെ താഴത്തേക്കൊരു വീടുണ്ട്, വേറെ എവിടെയല്ല. ഞാൻ പോയത് അന്ന് ബാക്കിലോട്ടാണ്. അവിടേക്ക് വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 80 രൂപ പോയിന്റിലേക്കായിരുന്നു ഞാൻ പോയിരുന്നത്. ഫസ്റ്റത്തെ നമ്മൾക്കൊരു 70, ഇതൊരു 80. അപ്പൊ എത്രയായി? ഒരു 1450 അല്ലേ. 150 റുപ്പിക്ക് നമ്മൾ ഓടി. ഉച്ചയ്ക്ക് ശേഷം ഒരു 4:50 ഇറങ്ങിയിട്ട് 180 രൂപയൊക്കെ കിട്ടി എന്ന് പറയുമ്പോഴേക്ക് വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ ഈ ചേച്ചിയ വിജനമായ സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോവാം. ഇപ്പൊ സമയം 1 മണിക്കൂറായുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് 150 രൂപ കിട്ടിയത്. അതായത് ചായയൊക്കെ കുടിച്ച് വന്നിട്ട് ഇങ്ങനെ ഈ നേരത്തെ ഞങ്ങളുടെ വണ്ടൂരങ്ങാടിന്റെ കാഴ്ച കേട്ടോ. അവിടെ ഒരു സൺസെറ്റ് ഉണ്ട്, വേണ്ട ഇതിൽ കാണൂലല്ലോ എൻ്റെ കണ്ണിൽ കാണുമ്പോൾ.
ചെറിയൊരു വട്ടമുള്ളൂ, ഒരു അമ്പിളി മാമന്റെ വട്ടം. അവിടുന്ന് ഒരുത്തം നോക്കി ചിരിക്കുക, ഇവിടുന്ന് വേറെ ഒരുത്തം നോക്കി ചിരിക്കണ പോലെ ഉണ്ട്. പക്ഷെങ്കിലും അവന് വലിയ ചിരിയൊന്നും കാണാനല്ല. അവൻ വേറെ ആരോ ചൂണ്ടിക്കാണിച്ചു തരാം. അപ്പൊ എങ്ങനെ ഇപ്പൊ സമയം എന്ന് പറയുന്നതേ 6:25. ഈ നേരത്തെ നമ്മൾ അങ്ങാടി ഇങ്ങനെയൊക്കെയാണെന്ന് പറയാം. ഇതൊക്കെയാണ് ഞങ്ങൾ അങ്ങാടിന്റെ ഒരു കോലം. പെടുത്തല്ലേ? പെടുത്തിക്കണേ. അങ്ങാടി വ്ളോഗ് ആയിക്കോട്ടെ. തെങ്ങന്മാർ അങ്ങനെ നല്ലോണം ഇരുടായിട്ടാ. ഇപ്പൊ സമയം 7:05. മാനത്തെ ചന്ദ്രനൊക്കെ ഞങ്ങൾക്ക് മേലെ നോക്കിക്കഴിഞ്ഞാൽ വട്ടം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോ പോയി വരുന്നത് ഒരു 100 രൂപയുടെ ട്രിപ്പാണ്. അങ്ങനെ മൊത്തത്തിൽ എന്ന് പറയുമ്പോ ഈ ഒരു നേരം വരെ 360 റുപ്യക്ക് കൂടിയിട്ടാ. ഇപ്പൊ 7:05 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇറങ്ങിയത് 4:50. 4:50 ഇറങ്ങി 7:05 വരെ 360 രൂപയ്ക്ക് നമ്മൾ ഓടി. ഞാനിത് പ്രതീക്ഷിച്ചൊന്നല്ല. പക്ഷേങ്കില് എല്ലാം ഒരു എന്താ പറയാ നിമിത്തം. പക്ഷെ നമ്മളൊന്നും ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾക്കിത് കിട്ടൂലല്ലോ, അതാണ്. അപ്പൊ ഞാന് ഇനി അധികം നേരം നിൽക്കില്ല. എന്തായാലും ഒരു 7:30 വരെ, 7:00 അല്ല 8 മണി വരെ നിൽക്കൽ നിർബന്ധം. ചെങ്ങൈമാരെ സമയം 8:20 ആയിട്ടുണ്ട്. ഓട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ കുറച്ച് ലോക്കലുകളൊക്കെ പോയിട്ടാ. നേരത്തെ പറഞ്ഞതൊക്കെ ഓർമ്മല്ല. എന്തായാലും ഇപ്പൊ നമ്മൾ ഓടി നിൽക്കുന്നത് 440 രൂപയ്ക്കാണ്. 440, 8:20. ഓക്കെ, നമ്മൾ ഏതാണ്ടൊക്കെ സമയമായി, വീട്ടിലേക്ക് ഉള്ള സമയമൊക്കെ ആയി. ഞാൻ മിക്കവാറും വീട്ടിലേക്ക് പോകുമോ, നാട്ടിലേക്ക് പോണ വഴിയിലാണുള്ളത്. നോക്കട്ടെ. ഇല്ലാന്നാണെങ്കിൽ ഒരു ലോക്കലിന് വേണ്ടി 500 വേണമെങ്കിൽ തേക്കണമെങ്കിൽ തേക്കാൻ നിന്ന് കഴിഞ്ഞാൽ കിട്ടുമോ അറിയില്ല. കിട്ടാലും കിട്ടാതൊക്കെ നമ്മളവിടെ ചെന്നാൽ തന്നെ അറിയുള്ളൂ. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു ആര്യക്ക് വേണ്ടിയിട്ട് നമ്മളുടെ വീഡിയോ കാണുന്ന, അല്ലെങ്കിൽ നമ്മളേറെ സപ്പോർട്ട് ചെയ്തിരുന്ന നമ്മുടെ അനിലേട്ടുണ്ട്. എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഒഡീഷയിലൊക്കെ ഒഡീഷയിൽ നിന്നു കുറച്ച് ദിവസം കുടുങ്ങി. ഇതെന്താ, ഇത് നിനക്ക് തന്നതാണ്, പൊളിച്ചു നോക്ക്. ഇവിടെ പൊളിച്ചതാ, അതിലവിടെ കയറിക്കോ, മൊത്തത്തിലവിടെ കയറിക്കോ. വേണ്ട, പലഹാരങ്ങളാണല്ലോ, മിഠായികളാണോ? മഞ്ചും പെട്ടിയാണ്. മഞ്ചും പെട്ടി, ഒരു ഓറിയോ, ഒരു മഞ്ചും ബോക്സ്. ഈ ഒരു മഞ്ചും ബോക്സ് എല്ലാവർക്കും കൊടുക്കണം. ഓക്കെ, കുറച്ചുകൂടെ വെച്ചിട്ട്. അതൊക്കെ ഒരു മുട്ടായിയാണ്, ആ മഞ്ച് മുട്ടായിയാണതേ. എനിക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ അനിലേട്ടന് ഇവിടെ വണ്ടൂരുണ്ട്. വണ്ടൂർ എന്തൊരു ആവശ്യമായിട്ട് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വന്നതാണ്. ഒഡീഷയിലായിരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ വരിപ്പാടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മളുടെ ഒരു ഡോക്യുമെൻ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസത്തെ ഒരു ലാഗ് അവിടെ സംഭവിച്ചല്ലോ, ഒരു 10 ദിവസത്തെ. അപ്പോൾ അതായിരുന്നു അന്നത്തെ ഒരു യാത്ര അത്ര കണ്ട് ഫ്ലോപ്പ് ആകാനുള്ള കാരണം അവിടെ നിന്നു ആളുകൾക്കൊക്കെ മടുത്തു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ അന്നൊക്കെ അദ്ദേഹം ഒരുപാട് മെസ്സേജ് അയക്കുകയും എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഒഡീഷയിൽ പറഞ്ഞു തരികയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. നേരിൽ കാണണമെന്ന് ഞാൻ തന്നെ അന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇന്നാണ് സാധിച്ചത്. എന്തൊക്കെയായാലും വളരെ സന്തോഷമുണ്ട്. ഇടയ്ക്കൊക്കെ വണ്ടൂർ വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടൂർ വരാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഒരുപാട് മെസ്സേജ് അയച്ചാണ്. ഇതിന് മുമ്പൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ പ്രാവശ്യം വന്നപ്പോൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ആര്യക്ക് കുറച്ച് മിഠായിയൊക്കെ വാങ്ങിത്തരികയൊക്കെ ചെയ്തു. വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ദിവസം പിന്നെ ഞാൻ ഒന്നും ഓടിയിട്ടില്ല. 440 രൂപയ്ക്ക് തന്നെ ഓടിയിട്ടുള്ളൂ. അത് മതി. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം 4:50 നമ്മൾ അങ്ങാടിയൊക്കെ എത്തുന്നത്. ആരും നേരത്തെ ഓടിയതല്ലേ, അത് മതി. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ കാണിച്ച് വൈൻഡപ്പ് ചെയ്ത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. നാളെ തന്നെ നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആയിരിക്കും. ഓക്കെ.